നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഏപ്രിൽ 28 തിങ്കൾ. പഹൽഗാം ഭീകരാക്രമണത്തിനു പിന്നാലെ മൂന്നാം ദിവസവും നിയന്ത്രണ രേഖയിൽ ഇന്ത്യ പാക് വെടിവയ്പ് തുടരുന്നതിനിടെ ഡൽഹിയിൽ ഉന്നതതല ചർച്ചകൾ. ഇന്നലെ വൈകിട്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സംയുക്ത സേനാ മേധാവി അനിൽ ചൗഹാനുമായി ചർച്ച നടത്തി. നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ നടത്തുന്ന വെടിവയ്പിന് ശക്തമായ തിരിച്ചടിയാണ് ഇന്ത്യ നൽകുന്നത്. ഡുട്മാറി ഗേലി, റാംപൂർ സെക്ടർ എന്നിവിടങ്ങളിൽ ഏറ്റുമുട്ടൽ നടന്നതായി കരസേന അറിയിച്ചു. അറബിക്കടലിൽ നാവികസേന ഇന്നലെ ശക്തി പ്രകടനവും നടത്തി. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ അന്വേഷണം ഔദ്യോഗികമായി ഏറ്റെടുത്ത ദേശീയ അന്വേഷണ ഏജൻസി INA ദൃക്സാക്ഷികളുടെ മൊഴിയെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾ ആരംഭിച്ചു. തിരുവനന്തപുരത്ത് പനി ബാധിച്ച് ചികിത്സയിലായിരിക്കെ മരിച്ച 63-കാരന് കോളറയെന്ന് സ്ഥിരീകരണം. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കവടിയാർ സ്വദേശി ഈ മാസം 20-നാണ് മരിച്ചത്. മരണാനന്തരം നടത്തിയ രക്തപരിശോധനയിലാണ് കോളറ സ്ഥിരീകരിച്ചത്. തുടർന്ന് പ്രദേശത്തെ വെള്ളത്തിന്റെ സാമ്പിൾ ആരോഗ്യവകുപ്പ് പരിശോധിച്ചു. മറ്റു കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നടൻ ഷൈം ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട ലഹരി കേസിന്റെ കളങ്കം മായും മുൻപ് മലയാള സിനിമയ്ക്ക് വീണ്ടും ലഹരിക്കുരുക്ക്. ഛായാഗ്രാഹകനും സംവിധായകനുമായ സമീർ താഹിറിന്റെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവുമായി 2 യുവ സംവിധായകർ എക്സൈസ് പിടിയിൽ. ഉണ്ട, തല്ലുമാല തുടങ്ങിയ ഹിറ്റ് സിനിമകളുടെ സംവിധായകനായ ഖാലിദ് റഹ്മാൻ, തമാശ, ഭീമന്റെ വഴി എന്നീ സിനിമകളിൽ സംവിധായകനായ അഷറഫ് എന്നിവരാണ് പിടിയിലായത്. നികുതി വരുമാനം നേരിയ തോതിൽ വർദ്ധിക്കുന്നുണ്ടെങ്കിലും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നില ബഡ്ജറ്റ് ധനമന്ത്രി പ്രഖ്യാപിച്ചതുപോലെ ടേക്ക് ഓഫിന് തയ്യാറെടുക്കാൻ കഴിയുന്നത്ര തൃപ്തികരമല്ലെന്ന് അക്കൗണ്ടന്റ് ജനറലിന്റെ കഴിഞ്ഞ വർഷത്തെ പ്രാഥമിക ഓഡിറ്റ് കണക്കുകൾ. GST വളർച്ചാ നിരക്ക് കഴിഞ്ഞ വർഷത്തെ 6.08% നിന്ന് 7.61% ഉയർന്നെങ്കിലും ഇത് മികച്ച നിരക്കല്ല. സ്റ്റാമ്പ് ഡ്യൂട്ടി, കേന്ദ്ര നികുതി വിഹിതം, മറ്റു നികുതികൾ, നികുതിയിതര വരുമാനങ്ങൾ എന്നിവയിലും വർധനയുണ്ട്. പക്ഷേ കേന്ദ്രത്തിൽ നിന്നുള്ള ഗ്രാന്റ് കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണയും കുത്തനെ ഇടിഞ്ഞു. കുറഞ്ഞത് 4726 കോടി രൂപ. വരുമാനം കുതിക്കുന്നില്ലെങ്കിലും മുൻ വർഷത്തേതിനേക്കാൾ ഉയർന്ന തുക കടമെടുക്കാൻ കഴിഞ്ഞതിനാൽ സർക്കാരിന് പിടിച്ചു നിൽക്കാനായി. 44,979 കോടി രൂപയാണ് കഴിഞ്ഞ വർഷത്തെ കടമെടുപ്പ്. മുൻ വർഷത്തേതിനേക്കാൾ 12,000 കോടി രൂപ അധികം. മലയാളത്തിന്റെ പ്രിയപ്പെട്ട MDക്ക് ഇന്ന് പത്മഭൂഷൺ ബഹുമതി സമ്മാനിക്കും. ഡൽഹിയിൽ രാഷ്ട്രപതി ഭവനിൽ വൈകിട്ട് 6-ന് നടക്കുന്ന ചടങ്ങിൽ MD വാസുദേവൻ നായർക്ക് മരണാനന്തര ബഹുമതിയായാണ് സമ്മാനിക്കുന്നത്. MDയുടെ മകൾ അശ്വതി ഏറ്റുവാങ്ങും. തലസ്ഥാനത്ത് വീണ്ടും ബോംബ് ഭീഷണി. രാജ്യാന്തര വിമാനത്താവളത്തിലും തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലും ബോംബ് ഭീഷണി. ബോംബ് സ്ക്വാഡ്, ഡോഗ് സ്ക്വാഡ് എന്നിവയുടെ സഹായത്തോടെ വിശദമായ പരിശോധന നടത്തിയെങ്കിലും സംശയകരമായി ഒന്നും കണ്ടെത്താനായില്ല. വ്യാജ ബോംബ് ഭീഷണി സന്ദേശമെത്തുന്ന ഇമെയിലുകളുടെ ഉറവിടം സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാക്കിയില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന മൈക്രോസോഫ്റ്റിന് പോലീസിന്റെ മുന്നറിയിപ്പ്. മണൽ നീക്കാനെത്തിയ ചന്ദ്രഗിരി ഡ്രഡ്ജർ ഇന്നലെ ഉച്ചയോടെ മുതലപ്പൊഴി അഴിമുഖം കടന്നു. 3ഓളം യന്ത്രവൽകൃത ബോട്ടുകളുടെ സഹായത്തോടെയാണ് അഴിമുഖം മുനമ്പ് കടത്തി ഡ്രഡ്ജറിനെ പൊഴിമുഖത്ത് ചാനലിൽ എത്തിച്ചത്. മണൽപ്പാളി കുന്നുകൂടിയതിനെ തുടർന്ന് 2 ആഴ്ചയായി മത്സ്യബന്ധനം പൂർണ്ണമായി നിലച്ചിരുന്ന അഴിമുഖം ഇന്നലെ മുതൽ പൂർണ്ണസ്ഥിതിയിലേക്ക് മടങ്ങി. കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയയിൽ വാൻകൂർ നഗരത്തിൽ ജനക്കൂട്ടത്തിനിടയിലേക്ക് വാഹനമോടിച്ചു കയറ്റിയതിനെ തുടർന്ന് 11 പേർ കൊല്ലപ്പെട്ടു. ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു. ഫിലിപ്പീൻസ് വംശജരുടെ ദേശീയോത്സവത്തിനിടെയാണ് സംഭവം. വാൻകൂർ സ്വദേശിയായ 30-കാരൻ അറസ്റ്റിലായി. ഭീകരാക്രമണമല്ലെന്ന് വ്യക്തമാക്കിയ പോലീസ് പ്രതി മാനസിക വെല്ലുവിളി നേരിടുന്നയാളാണെന്നും അറിയിച്ചു. കേരളത്തിനുള്ള മണ്ണെണ്ണ വിഹിതം വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ തീരുമാനം സംസ്ഥാനത്തെ 2 ലക്ഷത്തോളം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഗുണകരമാകും. പാചകത്തിനു പുറമെ മീൻപിടുത്ത ആവശ്യങ്ങൾക്കും ഈ മണ്ണെണ്ണ ഉപയോഗിക്കാമെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ കത്തിലുണ്ട്. തെക്കൻ ഇറാനിലെ ബന്ദർ അബ്ബാസിന് സമീപം തുറമുഖത്തുണ്ടായ സ്ഫോടനത്തിൽ മരിച്ചവരുടെ എണ്ണം 40ആയി. 1000-ഓളം പേർക്ക് പരിക്കേറ്റു. 6 പേരെ കാണാതായി. കണ്ടെയ്നറുകളിൽ സൂക്ഷിച്ചിരുന്ന മിസൈൽ ഇന്ധനം കൈകാര്യം ചെയ്യുന്നതിനിടെയുണ്ടായ സുരക്ഷാ പിഴവാണ് സ്ഫോടനത്തിന് കാരണമെന്ന് റിപ്പോർട്ടുകൾ. എന്നാൽ ഇത് ഇറാൻ പ്രതിരോധ മന്ത്രാലയം നിഷേധിച്ചു. ലിവർപൂൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ ജേതാക്കൾ. IPL ഡൽഹിക്കെതിരെ 6 വിക്കറ്റ് ജയം. ബംഗളൂരു 1-ാം സ്ഥാനത്ത്. ഇതോടെ ഇന്നത്തെ ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.